മലബാർ ജില്ലകളിൽ, അതായത് കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് ഇവിടെയൊക്കെ റേറ്റ് വളരെ കുറവാണ്. അതായത് ഇതിൻ്റെ പകുതി പോലും റേറ്റ് വരില്ല. ഹായ്, 4.5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീടിൻ്റെ നിർമ്മാണ ചെലവ് എത്രയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഹനീദ്, അനുരാജിൻ്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ വീടിൻ്റെ പ്ലാൻ 3D കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണെങ്കിൽ താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് നമുക്ക് ഈ ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ എലിവേഷൻ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. 4.5 സെന്റ് പ്ലോട്ടിന് വേണ്ടിയാണ് ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 1430 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുണ്ട്. 2 നിലകളിലായി ഒരു സ്ലോ പ്രൂഫ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാനാണ്. 1080 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുണ്ട്. 2 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ എന്നിങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണ്. ഒരു ബെഡ്റൂമും അതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂമുമാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. 360 സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നുണ്ട്. ഇത് ഈ വീടിൻ്റെ 3D പ്ലാനാണ്. നമുക്ക് 2D പ്ലാനുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് മനസ്സിലാവും. നമ്മുടെ സോഫ, TV, ബെഡ്, ഡൈനിങ് ടേബിൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പൊസിഷനുകൾ നമുക്ക് 3D പ്ലാൻ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വീടിൻ്റെ പ്ലാനും ഡിസൈനുകളും കണ്ടല്ലോ. നമുക്കിനി വീടിൻ്റെ നിർമ്മാണ ചെലവ് എത്ര വരുമെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഫൗണ്ടേഷൻ. 3,46,000 രൂപയാണ് ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് വരുന്നത്. 2 അടി താഴ്ചയിൽ കരിങ്കല്ലുകൊണ്ടുള്ള ഫൗണ്ടേഷനാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റാണ് ഈ പറഞ്ഞത്. ഇതിൽ ബെൽറ്റും അതിൻ്റെ മുകളിൽ വരുന്ന PCC കോൺക്രീറ്റ് വരെയുള്ള കോസ്റ്റാണ് ഈ പറഞ്ഞത്. അടുത്ത അതിൻ്റെ സ്ട്രക്ചറൽ വർക്കിൻ്റെ കോസ്റ്റ്, അതായത് ബ്രിക്ക് വർക്ക്, ലിൻഡൽ, സൺഷെയ്ഡ്, വാർക്ക വരെയുള്ള കോസ്റ്റ് 11,65,000 രൂപയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ, അതായത് നമ്മുടെ സ്ട്രക്ചറൽ വർക്ക് ഇത്രയും ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ആകെ കോസ്റ്റ് വരുന്നത് 15,12,000 രൂപയാണ്. ഇനി അടുത്തതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾക്ക്, അതായത് പ്ലാസ്റ്ററിങ്, പെയിൻറ്റിങ്, ടൈല് ഇങ്ങനെയുള്ള അതിനൊക്കെ 8,88,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നീട് ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഡോർ, വിൻഡോ 4,68,000 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആകെ വരുന്നത് 28,69,270 രൂപയാണ് ഈ വീടിൻ്റെ നിർമ്മാണ ചെലവ് ആകെ വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ടോട്ടൽ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2,000 രൂപ കിട്ടുന്നുണ്ട്. അതായത് ഈ വീട് നിർമ്മിക്കാനായിട്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് 2,000 രൂപ. ആക്ച്വലി നമ്മളൊരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു രീതിക്കാണ്. അല്ലാതെ പല ആൾക്കാരും നമ്മൾ വീട് നിർമ്മിക്കാൻ പോകുമ്പോൾ ആദ്യം ചോദിക്കുക സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ്. അപ്പോൾ ഒരു ഓരോ കോൺട്രാക്ടറും അവരുടെ രീതിയിലൊരു റേറ്റ് പറയും. അപ്പോൾ അതിൽ ഏറ്റവും കുറവ് വരുന്ന ആൾക്ക് വർക്ക് കൊടുക്കുകയും, പിന്നീട് അതിൽ ഇപ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറവിന് എടുക്കുന്ന കോൺട്രാക്ടർമാർ ലാഭം ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അങ്ങനെയൊന്നുമല്ല. എത്ര സ്ക്വയർ ഫീറ്റ് കുറവ് എടുക്കുന്നവരും കൂടുതൽ എടുക്കുന്നവരും ഏതാണ്ട് ഒരേ ലാഭം തന്നെ, അല്ലെങ്കിൽ ഒരേ പ്രോഫിറ്റ് തന്നെ ആ വർക്ക് നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വരാം. എർത്ത് വർക്ക്, നമ്മൾ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് മണ്ണെടുക്കുന്നതൊക്കെ ആയിട്ട് 10,000 രൂപ വരുന്നുണ്ട്. അടുത്തത് കരിങ്കല്ലിൻ്റെ പണിക്ക് 1,30,000 രൂപ. മെറ്റീരിയൽ, ലേബറൊക്കെ അടക്കം 1,30,000 രൂപ വരുന്നുണ്ട്. അടുത്തത് ബെൽറ്റ് 74,000 രൂപ വരുന്നു. അതിനുശേഷം വരുന്നത് എർത്ത് ഫില്ലിങ്, മണ്ണ് ഫില്ല് ചെയ്യുകയാണ് നമ്മൾ തറയിലുള്ളിൽ. അതിന് 70,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പല ആൾക്കാരും മനസ്സിലാക്കാത്തൊരു കാര്യം, കേരളത്തിൽ ഓരോ ജില്ലകളിലും ഓരോ റേറ്റാണ്. ഇപ്പോൾ തരത്തിന് ഈ മണ്ണിൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ 70,000 രൂപയാണ് നമ്മുടെ തറയിൽ മണ്ണ് നിറച്ച് അത് സെറ്റ് ചെയ്യുന്നതിന് വരുന്നത്. ഇത് തൃശ്ശൂർ ജില്ലയിലെ റേറ്റാണ് പറയുന്നത്. ഇപ്പോൾ വടക്കോട്ട് പോവുകയാണെങ്കിൽ മലബാർ ജില്ലകളിൽ, അതായത് കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് ഇവിടെയൊക്കെ റേറ്റ് വളരെ കുറവാണ്. അതായത് ഇതിൻ്റെ പകുതി പോലും റേറ്റ് വരില്ല. അപ്പോൾ നമുക്ക് 70,000 രൂപ മണ്ണ് ഫില്ല് ചെയ്യാനായിട്ട് വന്നത് ചിലപ്പോൾ ഒരു 10,000-നോ 20,000-നോ ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് അവിടെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള വർക്കുകൾ, നമ്മൾ ഡിസൈൻ ചെയ്ത വർക്കുകളിൽ പല ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് മണ്ണിന് വളരെ വില കുറവാണെന്ന്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ ഒരു ലോഡ് മണ്ണിന് 5,000 രൂപ വരുന്നുണ്ട്. ചിലപ്പോൾ അതിലും കൂടുതൽ വരും. നല്ല മണ്ണിൻ്റെ കഥയാണ് പറയുന്നത്. പല ആൾക്കാരും ഈ മോശം മണ്ണുകളോ അല്ലെങ്കിൽ ക്വാറി വേസ്റ്റൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഈ റേറ്റ് സ്ക്വയർ ഫീറ്റ് റേറ്റിന് അല്ലെങ്കിൽ റേറ്റ് കുറവിന് വർക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവും. ഇത് പറയാനുള്ള കാരണം, 3-4 മാസം മുമ്പ് നമ്മുടെ ഓഫീസിൽ ഇതുപോലെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് വീട് പണിയാനായിട്ട്. അപ്പോൾ ആൾ നമ്മുടെ റേറ്റൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസൊക്കെ വെച്ചിട്ടുള്ള റേറ്റാണ് കൊടുത്തത്. അതിൻ്റെ റേറ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കാരണം അത് ഓഫീസിൽ നിന്ന് ചെയ്തു കൊടുത്ത വർക്കാണ്. എന്നിട്ട് കഴിഞ്ഞ മാസം ആൾ നമ്മുടെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആളിങ്ങനെ പറഞ്ഞ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആൾ വേറൊരു കോൺട്രാക്ടർക്ക് വർക്ക് കൊടുത്തു. അതായത് നമ്മൾ കോട്ട് ചെയ്തതിനേക്കാൾ ഒരു 1.5 ലക്ഷം രൂപ താഴ്ത്തിയാണ് കോട്ട് ചെയ്ത ഒരാൾക്ക് കൊടുത്തു. എന്നിട്ട്
വർക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാത്തത്. അതായത് തറയിൽ ഫില്ല് ചെയ്യുന്നത് മണ്ണല്ല, എന്തോ ക്വാറി വേസ്റ്റ് പോലുള്ള ഒരു അത് വില കുറവിന് കിട്ടുന്ന ഒരു സംഭവമാണ് അതിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ക്ലയൻറ്റ് കോൺട്രാക്ട് എടുത്ത് പറഞ്ഞിട്ട് പിന്നെ അവർ തമ്മിലൊരു പ്രശ്നമായി വർക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് നമ്മുടെ അടുത്ത് വന്നത് പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് അവർ പറഞ്ഞത് ബാക്കിയുള്ള വർക്ക് ഞങ്ങൾ ചെയ്തു തരൂ എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ ഓഫീസിൽ നിന്ന് നമ്മുടെ എഞ്ചിനീയർ പറഞ്ഞത് നമ്മളങ്ങനെ വർക്ക് എടുക്കും. കാരണം എന്ന് വെച്ചാൽ ഈ പുള്ളി വർക്ക് എടുത്ത കോൺട്രാക്ടർ നമുക്കറിയുന്ന ആളാണ്. അപ്പോൾ അവർ ചെയ്തൊരു വർക്ക് പകുതി വെച്ച് നമ്മൾ എടുക്കുന്നത് നമ്മളങ്ങനെ ചെയ്തില്ല. കാരണം ഇപ്പോൾ ഇവരുടെ സ്വഭാവം നമുക്ക് ആദ്യമേ മനസ്സിലായത് റേറ്റ് കുറവിന് കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയതുകൊണ്ട് പിന്നെ ഇങ്ങനെ വന്ന് നമ്മൾ എടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. എനിക്ക് അതുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ വീട് സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് പോവാതെ എന്താണ് ഇങ്ങനെ കൃത്യമായിട്ട് അതിൻ്റെ എന്തൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതിൻ്റെ റേറ്റ് അങ്ങനെ ക്വാണ്ടിറ്റി ഒക്കെ എടുത്തിട്ട് ചെയ്യാനായിരിക്കും ഏറ്റവും നല്ലത്. അടുത്തത് PCC കോൺക്രീറ്റ് 61,000 രൂപ. അതിൻ്റെ മുകളിൽ ചെയ്യുന്ന PCC 61,000 രൂപ വരുന്നുണ്ട്. പിന്നെ ബ്രിക്ക് വർക്ക് 5,83,000 വരുന്നുണ്ട്. അത് ലിൻഡൽ സൺഷെയ്ഡ് 1,49,000, റൂഫ് സ്ലാബ് 4,32,000. പിന്നെ പ്ലാസ്റ്ററിങ് 3,85,000, പെയിന്റിങ് 2,39,000, ടൈല് 2,63,000. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. നമുക്ക് വീടിൻ്റെ പ്ലാൻ 3D ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വീട് നിർമ്മിക്കാനായിട്ടോ ആണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് അടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ വർക്കുകൾ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.